ആ നേതാക്കന്മാർ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ നടത്തിയ ഭീഷണി ഇങ്ങനെയാണ്. വോട്ടിങ്ങിന് മുമ്പ് അത്രയ്ക്ക് ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ വോട്ടിങ്ങിന് ഒരു ദിവസം മുമ്പ് വേണമെങ്കിൽ ഈ ഭീഷണി നടത്താമായിരുന്നു. വോട്ടിംഗ് കഴിഞ്ഞിട്ടല്ലോ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞു. ഇപ്പോൾ പറയുന്നത് എന്താണ്? സഭ ഇടപെട്ടു, മെത്രാന്മാർ ഇടപെട്ടു എന്നൊക്കെയാണ്. ബി ജെ പിയിലെ ഏറ്റവും പുതിയ നേതൃസ്ഥാനം വഹിക്കുന്ന ഷോൺ ജോർജ്, അദ്ദേഹം വൈസ് ചെയർമാനാണ് പാർട്ടിയുടെ, അതുപോലെ തന്നെ PC ജോർജും ഒക്കെ ഇപ്പം മെത്രാന്മാർക്കെതിരെയും സഭയ്ക്കെതിരെയും ക്രൈസ്തവ സഭകൾക്ക്, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയ്ക്കെതിരെയൊക്കെ വലിയ ആക്ഷേപവുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. അതിലെന്താ പറയുന്നത്? അതൊരു ഭീഷണിയുടെ സ്വരമാണല്ലോ. എന്താ പറഞ്ഞത്? ഞങ്ങളിനി ഷോൺ ജോർജ് ചോദിച്ചത് എന്താണ്? ഞാനിനി അമിത്ഷായോട് എന്ത് പറയും എന്നാണ് ചോദിച്ചത്. FCRA ബില്ല് ഞങ്ങൾ പറഞ്ഞ് മാറ്റിവെച്ചതാണെന്നാണ് പറയുന്നത്. അതിൻ്റെ ചർച്ച ഞങ്ങൾ പറഞ്ഞ് മാറ്റിവെച്ചു എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം. ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് ഇപ്പോൾ മാറ്റിവെച്ചത്? എന്താവശ്യത്തിനാണ് മാറ്റിവെച്ചത്? FCRA ബില്ല് മാറ്റിവെച്ചപ്പോൾ ഒരു കാര്യം വ്യക്തമായല്ലോ. തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് ഈ പറയുന്ന വിഭാഗങ്ങളുടെയൊക്കെ വോട്ട് കിട്ടണമെന്നുള്ള ഒറ്റ ഉദ്ദേശത്തിൻ്റെ പേരിലാണ് FCRA ബില്ലിൻ്റെ ചർച്ച തൽക്കാലത്തേക്ക് മരവിപ്പിച്ചത് അല്ലെങ്കിൽ മാറ്റിവെച്ചത് എന്നാണല്ലോ ആ പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണ്? അപ്പോൾ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഇവർ പറഞ്ഞത് എന്താണ്? നിർബന്ധിത മതപരിവർത്തനം, രാജ്യദ്രോഹ കുറ്റം എല്ലാം തടയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ നിയമം കൊണ്ടുവന്നത് എന്ന് പറഞ്ഞവർ എന്തിനാണ് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഞങ്ങൾ ഇടപെട്ട് തുറന്നു പറയല്ലേ, ഇതുപോലെ പരസ്യമായിട്ട് ചാനലിലൂടെ പറയുകയല്ലേ, മാധ്യമങ്ങളോട് പറയല്ലേ, ഞങ്ങൾ ഇടപെട്ടാണ് ഈ നിയമത്തിൻ്റെ ചർച്ചയും പാസ്സാക്കലും തൽക്കാലം മരവിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇത് തെരഞ്ഞെടുപ്പ് ഉദ്ദേശത്തിന് വേണ്ടി, തെരഞ്ഞെടുപ്പ് നേട്ടത്തിന് വേണ്ടി മാത്രമാണ്, ഇത്ര നല്ല ഉദ്ദേശത്തോടു കൂടി കൊണ്ടുവന്നു എന്ന് പറയുന്ന ഒരു നിയമം അവർക്ക് ഭൂരിപക്ഷം ഉണ്ടായിട്ടും ചർച്ചയ്ക്ക് എടുക്കാതെ ഞങ്ങൾ മാറ്റിവെച്ചത് തെരഞ്ഞെടുപ്പിൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി. അല്ലെങ്കിൽ പിന്നെ ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് എന്താണ് പറയുക, തെരഞ്ഞെടുപ്പിൽ ഇടപെട്ടു, വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്ന, ശ്രീ ജോർജ് പറയുന്ന ഒരു ആക്ഷേപം. ഞാൻ ചോദിക്കട്ടെ, കാഞ്ഞിരപ്പള്ളി ബിഷപ്പോ അല്ലെങ്കിൽ ഏത് ബിഷപ്പും അല്ലെങ്കിൽ ഏത് മതമേലധ്യക്ഷന്മാരും അവർ രാജ്യത്തെ പൗരന്മാരല്ലേ, അവർ രാജ്യത്തെ വോട്ടർമാരല്ലേ? ഈ രാജ്യത്തെ ഏത് പൗരനും വോട്ടർക്കുമുള്ള എല്ലാ അവകാശവും ഒരു തെരഞ്ഞെടുപ്പ് വേളയിൽ അവർക്കുണ്ട്. ആരോട് വേണമെങ്കിലും വോട്ടഭ്യർത്ഥിക്കാനോ, ആരോട് വേണമെങ്കിലും കാര്യങ്ങൾ തുറന്ന് തങ്ങളുടെ നിലപാട് പറയാനോ ഉള്ള അവകാശം ബിഷപ്പുമാർക്ക് ഇല്ലാതാക്കി അല്ലെങ്കിൽ ഇല്ലാതായി എന്ന് ഇവർ വിചാരിക്കുന്നുണ്ടോ? അപ്പോൾ ഇത് വളരെ വളരെ പ്രകടമായിട്ടുള്ള, അപ്പോൾ ഇനി ഇതുപോലുള്ള അധികാരം കൂടി കയ്യിൽ വന്നാലത്തെ സ്ഥിതി എന്തായിരിക്കും? FCRA ബില്ല് ഞങ്ങൾ ഇടപെട്ട് ചർച്ച മാറ്റിവെപ്പിച്ചു. ചർച്ചയല്ലേ മാറ്റിവെപ്പിച്ചിട്ടുള്ളൂ, ചർച്ചയ്ക്ക് ഇനി വരുമല്ലോ. ബില്ലിലെ വ്യവസ്ഥകളൊന്നും മാറ്റിയിട്ടില്ലല്ലോ. ഛത്തീസ്ഗഡിലെ സിസ്റ്റേഴ്സിൻ്റെ കാര്യം പറഞ്ഞു, ഞങ്ങളാണ് അവരെ രക്ഷിച്ചതെന്ന് പറയുന്നു. എന്ത് രക്ഷയാണ് അവർക്ക് കിട്ടിയത്? അവർക്ക് ജാമ്യം കിട്ടിയത്. ജാമ്യം ആർക്കും കിട്ടും, 90 ദിവസം കഴിഞ്ഞാൽ ആർക്കും ജാമ്യം കിട്ടും. ഇവിടെ അവരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി, മനുഷ്യക്കടത്ത് കുറ്റം ആരോപിച്ച് അവരെ ജയിലിൽ അടച്ചിട്ട് അതിൽ നിന്ന്, ആ കേസിൽ നിന്നും അവരെ വിടുവിച്ചിട്ടില്ലല്ലോ. അവരിപ്പോഴും അതിൽ പ്രതികളായിട്ട് നിൽക്കുകയല്ലേ. പിന്നെ ഇവരെന്ത് സഹായം ചെയ്തു എന്നാണ് പറയുന്നത്? ചുമ്മാ അവിടെ ജയിലിൻ്റെ മുമ്പിൽ പോയി കിടന്ന്, ചാനലിൻ്റെ മുമ്പിൽ കിടന്ന് കുറേ ഡയലോഗ് പറഞ്ഞു എന്നുള്ളതാണ് വലിയ സഹായം. ഞങ്ങളൊക്കെ പോയിരുന്നു ജയിലിൽ അവരെ കാണാൻ. ഞങ്ങളും അതിശക്തമായിട്ടുള്ള പ്രതിഷേധം പാർലമെൻറ്റിൽ ഉയർത്തിയിരുന്നു. ജയിലധികൃതരെ കാണുകയും അവരെ നേരിട്ട് കാണുകയും അവർക്കുണ്ടായ അനുഭവം എന്താണെന്ന് കേൾക്കുകയും എല്ലാം ഞങ്ങൾ ചെയ്തിരുന്നു. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, വെറുതെ സഭകളെയും മതമേലധ്യക്ഷന്മാരെയും അധിക്ഷേപിക്കുക, ആക്ഷേപിക്കുക, അവരെ ഭീഷണിപ്പെടുത്തി, ഇതൊക്കെ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരുതരം ഭീഷണിയാണ്. ഞങ്ങളോടൊപ്പം നിന്നില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഇപ്പം അതല്ലേ പറഞ്ഞത്. അമിത്ഷായോട് എന്താണ് ഈ ബില്ലിൻ്റെ ചർച്ച അവരുടെ ഞങ്ങൾ ചോദിക്കുന്നുണ്ട്, എന്താ പറഞ്ഞു ശ്രീ ജോർജ് എന്താ പറഞ്ഞത്? അമിത്ഷാ പറഞ്ഞു, നിങ്ങൾ മെത്രാന്മാരോട് പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും ഒരു കണക്ക് തട്ടിക്കൂട്ടിങ്ങി തന്നാൽ മതി, ഞങ്ങളങ്ങ് അംഗീകരിച്ചേക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്ക് കണക്ക് കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ കണക്ക് കൊടുക്കാൻ കഴിയില്ല, അതിൻ്റെ അർത്ഥം എന്താണ്? ഇവർക്ക് ഇതിൽ കള്ളത്തരം കാണിക്കണം. ഇതല്ലേ ശ്രീ ജോർജ് പരസ്യമായിട്ട് പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, ഈ നിയമം എന്താണെന്നോ നിയമത്തിലെ വ്യവസ്ഥകൾ എന്താണെന്നോ ഒന്നും മനസ്സിലാക്കാതെ, പുതിയ നിയമത്തിൽ എന്താണ് വ്യവസ്ഥകൾ കൊണ്ടുവന്നിട്ടുള്ളത് ഒന്നും മനസ്സിലാക്കാതെ, ഇവരെല്ലാം കള്ളന്മാരാണെന്നും ഇവർ ഒരു ന്യായമായ കാര്യം പറയുമ്പോൾ അത് ഞങ്ങൾക്ക് പറ്റില്ല, ഈ നിയമത്തിന് എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്നവർ ഒരു RSSകാരനായിരിക്കണം. അദ്ദേഹം ചാനൽ കയറിയെന്ന് പറയുന്നത് കേട്ടു. ജോർജ് എന്താണ് മെത്രാൻ്റെ കരണക്കുറ്റിക്കാണ് അടി കൊടുത്തത്, ഷോൺ ജോർജ് മെത്രാൻ്റെ വയറിനാണ് കുത്തിയത് എന്നൊക്കെ പറയുന്നത് കേട്ടു. ഞാൻ വളരെ വിനയപൂർവ്വം പറയട്ടെ, ചോദിക്കട്ടെ, ഈ പറയുന്ന ശ്രീ ജോർജിൻ്റെയും ശ്രീ ഷോൺ ജോർജിൻ്റെയും അതുപോലെ ആ ചാനലിരുന്ന് പറഞ്ഞ RSSൻ്റെ നേതാവിൻ്റെയും ഒക്കെ നിലപാടാണോ BJPയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ, ദേശീയ നേതൃത്വത്തിൻ്റെ, അതുപോലെ തന്നെ BJPയുടെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ? അദ്ദേഹം ഒന്നും പറയുന്നില്ല, അദ്ദേഹം പറയട്ടെ.
എന്താണ് നിലപാട്? BJP യുടെ നേതാക്കന്മാരുടെ നിലപാട് എന്താണ്? FCRA നിയമത്തിൽ ഈ കൊണ്ടുവന്നിരിക്കുന്ന ഭേദഗതി അത് സംബന്ധിച്ചുള്ള നിലപാട്, അതിനുമപ്പുറം ഈ പറയുന്ന ഈ പുതുയുഗ നേതാക്കന്മാർ പറഞ്ഞ ഈ അഭിപ്രായങ്ങൾ സംബന്ധിച്ച് BJP യുടെ സംസ്ഥാന നേതൃത്വത്തിന്, ഔദ്യോഗിക നേതൃത്വത്തിന് നിലപാടെന്താണ്? ഈ മെത്രാന്മാരെക്കുറിച്ചും ക്രൈസ്തവ സഭകളെക്കുറിച്ചും ഈ ആക്ഷേപങ്ങൾ പറഞ്ഞവരുടെ നിലപാടെന്താണ്? അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് ഒരുതരം ഈ രാജ്യത്ത്, ഈ ജനാധിപത്യ പാരമ്പര്യമുള്ള, മതേതര പാരമ്പര്യമുള്ള ഈ രാജ്യത്ത് ഞങ്ങൾ എന്തും ചെയ്യും. കേന്ദ്രത്തിൽ ഞങ്ങൾക്ക് അധികാരമുണ്ട്. ആ അധികാരം ഉപയോഗിച്ച് ഞങ്ങൾ ഇതുപോലുള്ള നിയമനിർമ്മാണങ്ങൾ നടത്തും. ആ നിയമം ഉപയോഗിച്ച് ഞങ്ങൾ എന്ത് ഭീഷണിയും അതിക്രമവും ചെയ്യും. അതല്ലെങ്കിൽ ഞങ്ങളുടെ ലൈനിൽ വരണം, ഞങ്ങൾ വരച്ച വരയിൽ നിൽക്കണം, ഞങ്ങൾ പറയുന്നിടത്ത് വോട്ട് ചെയ്യണം എന്നുള്ള ഈ ഭീഷണി, ഇത് ഒരു കാരണവശാൽ കേരളം അംഗീകരിക്കില്ല, രാജ്യവും അംഗീകരിക്കാൻ പോകുന്നില്ല. അപ്പോൾ വളരെ വ്യക്തമാണ് ഈ നിയമത്തിൻ്റെ പിന്നിലൊക്കെ ഉള്ള ഉദ്ദേശം എന്താണ് എന്നുള്ളത്. ഇത്തരം ഭീഷണികൾ വരുമ്പോൾ ഇത് പകൽ പോലെ വ്യക്തമാവുകയല്ലേ. അതല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനത്തെ ഒരു നിയമത്തിൻ്റെ ആവശ്യം എന്താണ് ഇപ്പോൾ? ഞാൻ ചോദിക്കട്ടെ, എന്ത് ന്യായമാണ് ഈ ഗവൺമെൻറ്റിനുള്ളത്? ഗവൺമെൻറ് ഒരു പൈസ പോലും മുടക്കാത്ത ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു ആസ്തി, അത് ഏതെങ്കിലും ഒരു ക്രമക്കേട് പറഞ്ഞ് ഗവൺമെൻറ്റിലേക്ക് പിടിച്ചെടുക്കുക, ഗവൺമെൻറ്റിൻ്റെ ഒരു നിശ്ചിത അധികാരവും ഡെസിഗ്നേറ്റഡ് അതോറിറ്റിയെ ചുമതലപ്പെടുത്തി, അയാൾ ഡെസിഗ്നേറ്റഡ് അതോറിറ്റി, ഗവൺമെൻറ് നിയമിക്കുന്ന അതോറിറ്റി എന്ന് പറഞ്ഞാൽ ആ അതോറിറ്റിക്ക് എന്ത് വിലയുണ്ട് അല്ലെങ്കിൽ എന്ത് സ്വതന്ത്ര നിലപാടുണ്ടാകുമെന്ന് നമുക്ക് ഊഹിക്കാം.